കണ്ണൂർ കണ്ണപുരത്ത് കീഴറയിലെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ഇപ്പോൾ ആ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. കെട്ടിടത്തിനകത്ത് ആളുണ്ടായിരുന്നു എന്ന സംശയവുമുണ്ട്. നിഖിലാണ് വിവരങ്ങളുമായി തത്സമയം നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്. നിഖിലെ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഈ ഒരു വാർത്ത കേട്ടാണ് ഇന്ന് മലയാളികളൊക്കെ ഉണർന്നത്, നമ്മളൊക്കെയും ഉണർന്നത്. ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. അവിടെ പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുടെയും പ്രതികരണമൊക്കെ നേരത്തെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം, നിഖിൽ? സേതു, ഏതായാലും ഇന്ന് പുലർച്ചെ 1:50 കൂടിയാണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ തകർന്ന വീടിനടിയിൽ ഒരു കാലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം എന്ന് കരുതുന്നു. ചേട്ടാ, നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? എന്തായിരുന്നു ഇന്നലെ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്? എത്ര മണിക്കാണ് കേട്ടത്? ഒരു 2 മണിക്ക് അടുപ്പിച്ചാണ് ശബ്ദം ഉണ്ടായത്. അപ്പോൾ നല്ല ശബ്ദമായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ വീട് തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ സ്ഫോടക വസ്തു തന്നെ. ഇത് വാടക കൊടുത്ത വീടാണോ? കൊടുത്ത വീടാണ്. ആരുടെ ഉടമസ്ഥയിലാണ്? നമ്മളുടെ മാഷാണ്, ഗോവിന്ദ മാഷ് എന്നാണ് വിളിക്കൽ. ഈ വാടക എടുത്തത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അത് ആരാണെന്നും ഞങ്ങൾക്കറിയില്ല. അവർ ജസ്റ്റ് വന്നു പോകുന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനകത്ത് ആളുകൾ താമസം ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ അകത്തൊരു ബോഡി ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് നോക്കിയ സമയത്ത് ഒരു മുട്ടിന് താഴെ ഭാഗം മാത്രം കാണുന്നുണ്ട്. ബാക്കിയെല്ലാം മണ്ണ് മൂടിയ നിലയിലില്ല. ഇത് വലിയ ശബ്ദമായിരുന്നു? നല്ല ശബ്ദമായിരുന്നു. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? എൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നോ? നമ്മളെ ശബ്ദം കേട്ടല്ലേ ഇവർ പറഞ്ഞിട്ട് നമ്മൾ വന്നു വിളിച്ചിട്ട്. ഈ സമീപത്തെ വീടുകൾക്കും കേടുപാട് ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ 2 വീടും നല്ല കേടുപാടാണ്. വീടിന്റെ ഡോറെല്ലാം നന്നായി. ഈ വീടിന്റെ ഡോറ് 5-6 ഡോറെല്ലാം പോയതാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടോ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊന്നും അറിയില്ല അതിനെ പറ്റി. അല്ല, ആളുകൾ ഈ വാടക വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അറിയോ? അതും അറിയില്ല. സേതു, അത്തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. ഏതായാലും ഈ സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്ത് പോലീസ് അതിനടുത്തേക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഇത് തന്നെ കാണാം. അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ തകർന്ന് വീണ ദൃശ്യങ്ങൾ കാണാം. കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ തകർന്ന് വീണ നിലയിലാണ് ഉള്ളത്. ഇതിനകത്ത് എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പോലീസിൻ്റെ പരിശോധനയൊക്കെ അവിടെ നടക്കുകയാണ്. എന്തായാലും വലിയ ശബ്ദത്തോടു കൂടിയാണ് 1:50 ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഒരു വീട് അങ്ങനെ തന്നെ നിലംപൊത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആഘാതമുള്ള സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിപ്പോൾ സ്ഫോടക വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഈ അയൽപക്കക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? എത്ര കാലമായിട്ട് ഇവരവിടെ താമസിക്കുന്നവരാണ്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്? ഈ ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതുമായൊക്കെ ബന്ധപ്പെട്ട്? സേതു, ഇക്കാര്യത്തിൽ ഇവർ പറയുന്നത് ഇവിടെ ആരാണ് താമസിച്ചിരുന്നത് എന്ന കാര്യമൊന്നും അറിയില്ല. ഈ വീട് വാടകയ്ക്ക് എടുത്ത വ്യക്തി ഇടയ്ക്ക് വന്നു പോകാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആരാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് എന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്ഫോടനം ഉണ്ടായതോടുകൂടിയാണ് ഇവർ തന്നെ ഇത് അറിയുന്നത്. ഈ സമീപത്തെ വീടുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള കേടുപാട് ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം ആഘാതമുള്ള ഒരു സ്ഫോടനമായിരുന്നു. ഈ സ്ഫോടന സമയത്തുള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. നമുക്ക് അത്തരത്തിൽ പൊട്ടിയതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഗോളാകൃതിയിൽ, കറുത്ത ഗോളാകൃതിയിലുള്ള ഈ സ്ഫോടക വസ്തുക്കളും ഒക്കെ തന്നെ കാണാം. ഏതായാലും ഇക്കാര്യത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരണം നടത്തേണ്ടത് പോലീസാണ്. പോലീസ് ഇപ്പോൾ ഏതായാലും അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കെട്ടിട അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മാറ്റിയാൽ മാത്രമാണ് അതിനകത്തുള്ളത് ആരാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരിക. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു പ്ലാസ്റ്റർ ഇട്ട രീതിയിലുള്ള ഒരു കാലിൻ്റെ ഭാഗം മാത്രമാണ് പുറത്ത് കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും പോലീസിന്റെ പരിശോധന ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.